ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമുള്ളത് ഈ തിരുഹൃദയ തിരുനാളിന് ഇവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയായി അന്ന് വരണം എന്നുള്ളതാണ്. തിരുഹൃദയമേ അഭയം തരേണം ദിവ്യ സ്നേഹമേ. തെരഞ്ഞെടുപ്പ് കാലത്തെ കൗതുകകരമായ ഓർമ്മയും വികാരിയച്ഛൻ നൽകിയ അനുഗ്രഹവും ഹൃദയത്തിൽ സൂക്ഷിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടുമെത്തി. പറവൂർ സെന്റ് ഡോൺ ബോസ്കോ റോമൻ കാത്തലിക് പള്ളിയിലെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ നടന്ന ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാനാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തിയത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പന്തലിന്റെ കാൽനാട്ട് കർമ്മത്തിന് എത്തിയപ്പോഴായിരുന്നു ഈ അപൂർവ നിമിഷത്തിന് വഴിയൊരുങ്ങിയത്. അന്ന് ചടങ്ങിനെത്തിയ വി.ഡി. സതീശനെ സ്വീകരിച്ച വികാരിയച്ഛൻ വരാനിരിക്കുന്ന തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ മുഖ്യമന്ത്രിയായി ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാൻ വരണമെന്ന് ആശംസകൾ അർപ്പിച്ചിരുന്നു. തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനം ഇരട്ടി മധുരം എന്നതുപോലെ നമുക്കേറെ സ്നേഹവും ആദരവുമുള്ള നമ്മുടെ മുഖ്യമന്ത്രി നമ്മോടൊപ്പമായിരിക്കുന്നു. എല്ലാവരുടെയും നാമത്തിൽ, അഭിനന്ദ പിതാവിൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെ നാമത്തിൽ സ്നേഹബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനെ നമ്മുടെ ഈ ഇടവകയിലേക്ക്, തിരുഹൃദയ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ പിതാവ്, പ്രിയപ്പെട്ട വികാരിയച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനോഹരമായ സുദിനത്തിൽ ഈ തിരുഹൃദയത്തിൻ്റെ ഈ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ വീണ്ടും എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കും. പന്തലിന് കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയത്ത് ഈ തിരുനാളിൻ്റെ അന്ന് മുഖ്യമന്ത്രിയായി ഈ ദേവാലയത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച പ്രിയങ്കരനായ വികാരിയച്ഛനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാ കാലത്തും എനിക്ക് കൂട്ടായി എൻ്റെ കൂടെ ഉണ്ട് എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. എല്ലാ പ്രാവശ്യവും ഇവിടെ തിരുനാളിന് പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കാൻ വരുമ്പോഴും ഈ ദേവാലയത്തിൽ വരുമ്പോഴും എല്ലാം നിങ്ങളുടെ എല്ലാം ഈ ഇടവകയിലെ മുഴുവൻ പേരുടെയും സ്നേഹവും വാത്സല്യവും നിങ്ങളുടെ പ്രാർത്ഥനകളും എപ്പോഴും എൻ്റെ കൂട്ടായി ഉണ്ടായിരുന്നു എന്നത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. തീർച്ചയായും പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കില്ല ഞാൻ. എന്നും പഴയ കാലങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ജനപ്രതിനിധി ആയിരിക്കുമെന്ന വാക്കാണ് നൽകുന്നത്. നമ്മുടെയെല്ലാം കരുത്ത്, നമ്മുടെയെല്ലാം ആത്മവിശ്വാസം നമുക്ക് അവനിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ മുന്നിലേക്ക് നടത്താൻ, നമ്മുടെ മുന്നിൽ ദീപമായി, വിളക്കായി നമ്മുടെ മുന്നിലുണ്ട്. ഏത് അന്ധകാരത്തിലും വിളക്കായി നമ്മളെ മുന്നോട്ട് നയിക്കാൻ അവനുണ്ട്. നമ്മുടെ കൂടെ ഒരു കരുത്തായി, ഒരു യോദ്ധാവിനെ പോലെ നമ്മുടെ വലതുഭാഗത്ത് അവനുണ്ട്. ഇതാണ് നമ്മുടെ ആത്മവിശ്വാസം. എൻ്റെയും ആത്മവിശ്വാസം അന്ധകാരങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, വലിയ തീരാക്കുരുക്കുകൾ അരിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെയും ആത്മവിശ്വാസം അതുതന്നെയാണ്. അവൻ എൻ്റെ കൂട്ടായി, എൻ്റെ വലതുഭാഗത്തൊരു യോദ്ധാവിനെ പോലെ എൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ മുന്നിലുള്ള എല്ലാ ഇരുമ്പുകൂടങ്ങളും തകർത്ത് ആ ഇരുമ്പുകൂടങ്ങൾ തുറന്നു കൊടുത്ത് അവിടെ സാധാരണക്കാരന് ആശ്വാസം പകരാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, ഏറ്റവും പാവപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്നൊരു മനസ്സൊരുക്കി തരാൻ അവൻ കൂടെ ഉണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ ദേവാലയത്തിലെ ഈ തിരുനാളിൽ നിങ്ങളോടൊപ്പം ഈ ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്നേഹപൂർവമായ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അന്ന് വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ പള്ളിയിലെ വികാരിയച്ഛന് നൽകിയ വാക്ക് അദ്ദേഹം മറന്നില്ല. തിരുനാൾ ദിനത്തിൽ പള്ളിയിലെത്തിയ മുഖ്യമന്ത്രിയെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവും വികാരിയച്ഛനും ഇടവക ജനങ്ങളും ചേർന്ന് ഹൃദ്യമായി സ്വീകരിച്ചു. തുടർന്ന് വിശ്വാസികൾക്കൊപ്പം ഊട്ടുനേർച്ചയിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. തിരുഹൃദയമേ അഭയം